നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയുടെ രണ്ടാം പാപ്പാനായ 25 വയസ്സുള്ള ശ്രീകുട്ടൻ ആണ് കൊല്ലപ്പെട്ടത്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും നടത്തി. മെയ്ദിന റാലിയിലും പൊതുയോഗത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ മെയ്ദിന റാലിയിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയുടെ രണ്ടാം പാപ്പാനായ 25 വയസ്സുള്ള ശ്രീകുട്ടൻ ആണ് കൊല്ലപ്പെട്ടത്. രണ്ടാം പാപ്പാന്റെ ജീവനെടുത്തത് കഴിഞ്ഞ ദിവസം ഇടഞ്ഞ അതേ ആന. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടെ ദാരുണമായ സംഭവം നടന്നത്. ഉത്സവത്തിനായി എത്തിച്ചതായിരുന്നു വാഴ്വാടി കാശിനാഥൻ എന്ന ആനയെ. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടെ വാഴ്വാടി കാശിനാഥൻ നേരിയ തോതിൽ ഇടഞ്ഞത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ആനയ്ക്കൊപ്പം നടന്നിരുന്ന 2 പേർ താഴെ വീഴുകയും ചെയ്തതാണ് ആശങ്കയ്ക്കിടയാക്കിയത്. എന്നാൽ പാപ്പാന്മാർ ഉടൻ തന്നെ ആനയെ നിയന്ത്രിച്ചു നിർത്തി. തുടർന്ന് ആനകളെ കെട്ടിയിരുന്ന ദേവസ്വം പറമ്പായ കൊട്ടിലായ്ക്കലിൽ ആനയെ എത്തിച്ച് തളയ്ക്കുകയായിരുന്നു. ഇതേ ആന തന്നെയാണ് വെള്ളിയാഴ്ച വീണ്ടും ഇടഞ്ഞത്. ഉച്ചയോടെ അക്രമാസക്തനായ ആന കൊട്ടിലായ്ക്കലിലെ താൽക്കാലിക ഷെഡ് തകർത്തു. തുടർന്ന് പാപ്പാന്മാരെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ രണ്ടാം പാപ്പാനായ ശ്രീകുട്ടന്റെ നെഞ്ചിനാണ് ആനയുടെ ചവിട്ടേറ്റത്. ഒന്നാം പാപ്പാൻ അമലിനും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റ പാപ്പാന്മാരെ ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടാം പാപ്പാൻ ശ്രീകുട്ടന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ നിലവിൽ ചികിത്സയിലാണ്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും നടത്തി. മെയ്ദിന റാലിയിലും പൊതുയോഗത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ നിന്ന് മെയ്ദിന റാലിക്ക് തുടക്കമായി. നിരവധി പ്രവർത്തകർ മെയ്ദിന റാലിയിൽ അണിനിരന്നു. റാലി പിന്നീട് ചേർപ്പ് തായങ്കുളങ്ങര സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഐതിഹാസികമായ സമരത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ നിഷ്ഠൂരമായി വെടിവെക്കുകയും കൊലപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തവരെ ജയിലിൽ തൂക്കിക്കൊല്ലുകയും കുറേ തൊഴിലാളികളെ നേതാക്കന്മാരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്ത അതിദാരുണമായ ആ സംഭവത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിന്നാൽ ആചരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടിയിരിക്കുന്ന ഈ സർവദേശീയ ദിനമായ മെയ്ദിന പരിപാടി. അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറഞ്ഞാൽ ഇല്ലിനോയ് എന്ന സംസ്ഥാനത്ത് ഒരു മറ്റേ സംസ്ഥാനത്തുള്ള ഒരു പട്ടണമാണ് ചിക്കാഗോ. ഇന്നത് നമ്മുടെ ബോംബെയിനേക്കാൾ വലിയ പട്ടണമാണ്. ഈ തൊഴിലാളികളെ വെടിവെച്ചു വന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു സ്മാരകം നേരത്തെ CITU ചേർപ്പ് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം A സിയാവുദ്ദീൻ, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി രാജേന്ദ്രബാബു, CITU ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് P ചന്ദ്രൻ, KK അനിൽ എന്നിവർ സംസാരിച്ചു. AITUC ഏരിയ പ്രസിഡന്റ് M നാരായണദാസ്, CITU ഏരിയ ട്രഷറർ V രവി എന്നിവർ സംസാരിച്ചു. VR ബിജു, AS അൻവർ, രമാപ്രകാശൻ, PK ശശീന്ദ്രൻ, PV സുബ്രഹ്മണ്യൻ, NT ശങ്കരൻ എന്നിവർ മെയ്ദിന റാലിക്കും പൊതുയോഗത്തിനും നേതൃത്വം നൽകി.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ മെയ്ദിന റാലിയിൽ പങ്കെടുത്തു. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച മെയ്ദിന റാലി പൂച്ചിനിപ്പാടത്ത് AKT ഏരിയ കമ്മിറ്റി ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ AKT ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി ജോസഫ്, ജയന്തി എന്നിവർ മെയ്ദിന സന്ദേശം നൽകി. നൂറുകണക്കിന് പ്രവർത്തകരാണ് മെയ്ദിന റാലിയിൽ പങ്കെടുത്തത്. ഇന്ന് ആ മെയ്ദിന റാലിയുടെ പ്രാധാന്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ AKT എന്ന ഈ പ്രസ്ഥാനം വിപുലമായിട്ട് പ്രവർത്തനം സജ്ജീകരിച്ചതിൻ്റെ ഒരു ഘടകമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്ന നമ്മുടെ വിജയകരമായ മെയ്ദിന റാലി. നമ്മൾ വളരെ ഭംഗിയായി തന്നെയാണ് നടത്തി തീർക്കുന്നത്. സാധാരണഗതിയിൽ കോടതി വിധി ഉണ്ടായിട്ടും ഐക്യ ട്രേഡ് യൂണിയൻ സമരങ്ങളിൽ AKTനെ ഉൾപ്പെടുത്താത്തതിന് വളരെ ലജ്ജ തോന്നുന്ന ഒരു സമയമാണിത്. കാരണം കോടതി വിധിയെയാണ് മറ്റ് CITU, INTUC, BMS തുടങ്ങിയ തൊഴിലാളി സംഘടനകൾ അംഗീകരിക്കാതെ പോകുന്നത്. എന്തായാലും നാം അതിനെ ശക്തമായി പ്രതികരിക്കും. നമുക്ക് കിട്ടിയ കോടതി വിധി ഏത് സമരമുഖമായാലും ഏത് കാര്യത്തിലായാലും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഐക്യ ട്രേഡ് യൂണിയന്റെ സമരങ്ങൾ നടത്തുന്നതിന്. പക്ഷെ എന്തോ ഇപ്രാവശ്യവും നമ്മളെ ക്ഷണിച്ചിട്ടില്ല. അതിന്റെ മുഖ്യ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ബാഡ്ജും നമ്മുടെ യൂണിഫോമും കൊടികളുമായി ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ അത് വിഷമകരമായി തോന്നും. കാരണം അവരുടെ നാമം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പേടിച്ചുകൊണ്ടാണ് നമ്മളെ ഇപ്പോഴും അവർ വിളിക്കാത്തത് എന്നാണ് മനസ്സിലാവുന്നത്. INTUC പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആഘോഷിച്ചു. കോടന്നൂർ പുത്തൻ വെട്ടുവഴിയിലായിരുന്നു മെയ് ദിനാഘോഷം. INTUC പ്രവർത്തകൻ AL വോഗീസ് പതാക ഉയർത്തി. CR മണി അധ്യക്ഷനായി. കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്തോഷ് സെൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC ജില്ലാ സെക്രട്ടറി AP രാമകൃഷ്ണൻ മെയ്ദിന സന്ദേശം നൽകി. സെബാസ്റ്റ്യൻ, KC പ്രകാശൻ, AD കൊച്ചപ്പൻ, KD ജോസ്, KR ശിവൻ, നാരായണദാസ്, K മോഹൻദാസ്, ശിവശങ്കരൻ, രാജൻ നെല്ലാത്ത്, നിഖിൽ പള്ളിപ്പുറം, റോസ്മേരി അബേഷ്, റിൻസി ഷാബു, MC കുട്ടപ്പൻ, AG സുരേഷ്, ഗിരിജൻ എന്നിവർ സംസാരിച്ചു. ഊരകം സർഗമിത്ര കലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ വേനലവധി ക്യാമ്പ് ആരംഭിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സർഗമിത്ര കലാഗ്രാമം പ്രസിഡന്റ് പ്രസാദ് അംഗത്തിൽ അധ്യക്ഷനായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജിത്ത് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ശരണ്യ, സർഗമിത്ര കലാഗ്രാമം വൈസ് പ്രസിഡന്റ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു. രാജേഷ് നാവത്തിന്റെ നാടക ക്യാമ്പിന് ആദ്യ ദിനം തുടക്കം കുറിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി സംഘടിപ്പിച്ച ചങ്ങാത്തക്കളരി ക്യാമ്പ് സമാപിച്ചു. സൊസൈറ്റി ഹാളിലാണ് 10 ദിവസം നീണ്ടുനിന്ന സൗജന്യ പരിശീലന ക്യാമ്പ് നടന്നത്. ദൈനംദിന ജീവിത നൈപുണികൾക്ക് മുൻഗണന നൽകുന്നതായിരുന്നു ക്യാമ്പ്. പണത്തെക്കുറിച്ച് മനസ്സിലാക്കൽ, കലാകായികം, പാചകം, പ്രകൃതിയെ മനസ്സിലാക്കൽ തുടങ്ങി ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ നടന്നത്. വിവിധ രംഗങ്ങളിൽ പ്രശസ്തരായവർ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ക്യാമ്പിന്റെ സമാപന ദിവസം കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത നാടകം അരങ്ങേറി. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, വാർഡ് മെമ്പർ KR അനൂപ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 80ഓളം കുട്ടികളാണ് ചങ്ങാത്തക്കളരി ക്യാമ്പിൽ പങ്കെടുത്തത്. തൂപ്പിട്ട് തൂപ്പിട്ട് ആലോലമ്മത്തഞ്ഞ 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 തൂപ്പിട്ട് തൂപ്പിട്ട് ആലോലമ്മ എടത്തിരുത്തി 8ാം വാർഡിലെ മൈത്രി അംഗൻവാടിയിൽ യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചു. വിരമിക്കുന്ന ജീവനക്കാരി KK രത്നവല്ലിക്കാണ് യാത്രയയപ്പ് നൽകിയത്. സലഫി മദ്രസ ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KI
മുഹമ്മദ് നബീൽ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, ICDS സൂപ്പർവൈസർ S ദിവ്യ, വെൽഫെയർ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ വിളക്കത്തല, മോഹിനി, ശോഭന എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീ നാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വായനക്കളരി സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു വായനക്കളരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നൌമി പ്രസാദ് അധ്യക്ഷയായി. ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം UK സുരേഷ് കുമാർ വിഷയാവതരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗങ്ങളായ A നസ്ലിൻ, നീതു സുജേഷ്, വായനശാല പ്രസിഡന്റ് TN അജയ്കുമാർ, സതീഷ് കുമാർ വിശാഖപട്ടണം, PA ഷമീർ, CP സവിത, സിനി കിഷോർ, KR ഷാജി, MM പ്രതാപൻ എന്നിവർ സംസാരിച്ചു. അമ്മാടം സ്വദേശി കുരുതുകുളങ്ങര പെല്ലിശ്ശേരി വീട്ടിൽ പൊറിഞ്ചു മകൻ വർഗീസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. അർബൻ ബാങ്കിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിയിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയുടെ രണ്ടാം പാപ്പാനായ 25 വയസ്സുള്ള ശ്രീകുട്ടൻ ആണ് കൊല്ലപ്പെട്ടത്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും നടത്തി. മെയ്ദിന റാലിയിലും പൊതുയോഗത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ മെയ്ദിന റാലിയിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.